സോ നമുക്ക് ഒരുമിച്ച് വരാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. ഞാൻ കഴിയുന്നതനുസരിച്ച് ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കാം. സോ രണ്ടുപേർക്കും ഈ സ്റ്റുഡിയോയിലേക്ക് വെൽക്കം. അച്ഛാ, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നു, പിതാവ് എന്നേക്കാൾ വലിയവനാണ്. അങ്ങനെയെങ്കിൽ ഒരു വലിയ ദൈവം ഒരു ചെറിയ ദൈവമുണ്ടോ? രണ്ടുപേരുടെയും ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ചും ഈ കാലത്ത് നമുക്ക് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെപ്പറ്റി ഒത്തിരിയേറെ സംശയങ്ങളും ചോദ്യങ്ങളുമൊക്കെ വരുന്ന ഈ കാലഘട്ടത്തിൽ രണ്ടുപേരുടെയും ചോദ്യം വളരെ പ്രസക്തമാണ്. അതിന് എങ്ങനെ ഉത്തരം പറയണം എന്ന് ചിന്തിച്ചാൽ വളരെ കോംപ്ലിക്കേറ്റഡാണ്. എങ്കിലും ഞാൻ ബൈബിളിൻ്റെ മാത്രം വെളിച്ചത്തിൽ അതിന് ഉത്തരം പറയാൻ ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം ഇതാണ്. യേശു പറയുന്നു പിതാവിനേക്കാൾ വലിയവനാകുന്നു എന്ന്. പക്ഷേ വലിയവൻ എന്ന ആ വാക്ക് ഏത് അർത്ഥത്തിലാണ് യേശു ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് ദൈവം വലിയവനെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് പോലുള്ള വലിപ്പമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ വലിയവൻ എന്ന് പറഞ്ഞാൽ പൊക്കം കൂടിയവനോ വണ്ണം കൂടിയവനോ അങ്ങനെയൊക്കെയുള്ള വലിപ്പ ചെറുപ്പങ്ങളാണ് നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നത്. പക്ഷേ ദൈവത്തിന് പൊക്കമില്ല, ദൈവത്തിന് വണ്ണമില്ല. ദൈവം അദൃശ്യനാണ്, ദൈവം അരൂപനാണ്, ദൈവം ആത്മാവാണ്. അപ്പോൾ ആത്മാവിന് പൊക്കത്തിലോ വണ്ണത്തിലോ ഒന്നും വലിയവനാകാൻ പറ്റില്ല. കാരണം ദൈവം നിരന്തരമായിട്ട് ഒരേപോലെ ആയിരിക്കുന്നവനാണ്. അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും യേശു ഉദ്ദേശിക്കുന്ന ഈ വലിപ്പം? ഇത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. അതായത് പഴയ നിയമകാലത്ത് യഹൂദന്മാർ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അവരുടെ വിശ്വാസമനുസരിച്ച് ഏകദൈവമേ ഉള്ളൂ, ഒരേ ഒരു ദൈവം. ആ ദൈവത്തെയാണ് അവർ യാഹ്വേ അല്ലെങ്കിൽ കർത്താവ് അല്ലെങ്കിൽ യഹോവ എന്നൊക്കെ വിളിച്ചിരുന്നത്. യാഹ്വേ എന്നുള്ളതാണ് ഈ 3 വാക്കുകളിൽ ഏറ്റവും നല്ല വാക്ക്, യാഹ്വേ എന്നുള്ള വാക്ക്. കാരണം അതാണ് കൂടുതൽ അർത്ഥവത്തായിട്ടുള്ളതും നല്ല ഉച്ചാരണവും അതാണ്. പിന്നെ എങ്കിലും ചില ആളുകൾ, പ്രത്യേകിച്ചും പെന്തക്കോസ്തുകാരൊക്കെ അപ്പോൾ യഹോവ യഹോവ എന്ന് പറയാറുണ്ടെങ്കിലും അതല്ല ആ വാക്കിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഉച്ചാരണം. അത് അല്ല നമുക്ക് പ്രശ്നം അതല്ലല്ലോ. അപ്പോൾ യഹൂദന്മാർ യാഹ്വേ എന്ന് വിളിച്ചിരുന്ന ആ ദൈവം യഹൂദ മതം ഉണ്ടായ സമയം മുതൽ, പ്രത്യേകിച്ചും മോശയെ ദൈവം തിരഞ്ഞെടുത്ത് ഈജിപ്തിലേക്ക് അയക്കുന്ന ആ സമയം മുതൽ. കാരണം എന്താ ആ സമയം മുതൽ എന്ന് പറയാൻ കാരണം, മോശ ഹോറേബ് മലയിൽ ഒരു മുൾച്ചെടിയിൽ ദൈവത്തെ ദർശിച്ചു. മോശ ദൈവത്തോട് ചോദിച്ചു, നിൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ ദൈവം അതിന് മറുപടി പറഞ്ഞത്, ഞാൻ ആകുന്നവൻ ആകുന്നു എന്നാണ്. ഈ ആകുന്നവൻ ആകുന്നു, ഞാൻ ആകുന്നവൻ ആകുന്നു എന്ന ഈ വാക്കിൽ നിന്നാണ്, അത് ഹീബ്രുവിൽ ഇടുമ്പോൾ എന്താണോ കിട്ടുന്നത് അതിൻ്റെ ഒരു പ്രത്യേക രൂപമാണ് യാഹ്വേ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നൊക്കെ പറയുമല്ലോ. ഇവിടെ മോശയുടെ ചോദ്യത്തിന് ദൈവം കൊടുത്ത ഉത്തരം ഇതാണ്, ഞാൻ ഫസ്റ്റ് പേഴ്സൺ, ഞാൻ ആകുന്നവൻ ആകുന്നു എന്നാണ്. അത് തേർഡ് പേഴ്സണിൽ ഇട്ടാൽ കിട്ടുന്ന വാക്കാണ് ഈ യാഹ്വേ എന്ന വാക്ക്. അപ്പോൾ യാഹ്വേ എന്ന വാക്കിൻ്റെ അർത്ഥം ആകുന്നവൻ, അവൻ ആകുന്നവനാകുന്നു എന്ന് അർത്ഥം വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അവൻ അസ്തിത്വം നൽകുന്നവനാണ്. ആ ദൈവം, ആ അസ്തിത്വം നൽകുന്നവനായ ദൈവം, ആ യാഹ്വേ ആകുന്ന ദൈവം യഹൂദന്മാരുടെ മതജീവിതത്തിൻ്റെ ആരംഭം മുതലേ അവരുടെ ദൈവമാണ്. അപ്പോൾ മനുഷ്യൻ്റെ സമയക്രമം അനുസരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു അറിയപ്പെടുന്നതിന് വളരെ മുൻപ് തന്നെ ഈ ദൈവം അറിയപ്പെട്ടിരുന്നു.
അപ്പോൾ അപ്പോൾ യേശു പിതാവിനേക്കാൾ വലിയവനാണെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ അറിയപ്പെടാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ, ഞാൻ നേരത്തെ അത് ഇതിനു മുൻപില്ലായിരുന്നതല്ല, ഞാൻ അറിയപ്പെടാൻ തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ പിതാവ് അറിയപ്പെട്ടവനാണ്. അങ്ങനെ മനുഷ്യൻ്റെ അറിവിൻ്റെ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ പിതാവ് പുത്രനേക്കാൾ വലിയവനാണെന്ന് പറയാം. ഇത് മനുഷ്യൻ്റെ ചിന്തയിൽ മാത്രമുള്ളതാണ്, അല്ലാതെ ദൈവത്തിൻ്റെ അസ്തിത്വത്തിലുള്ളതായ വ്യത്യാസമല്ല. ഇനിയും പിതാവും പുത്രനും തുല്യരാണെന്നുള്ളതിന് ബൈബിളിൽ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. കൂടുതൽ വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം മുതൽ അങ്ങോട്ട് വായിച്ചാൽ യേശു പറയുന്നു, പിതാവ് ചെയ്യുന്നതെല്ലാം അതുപോലെ പുത്രനും ചെയ്യുന്നു. പിതാവിന് ഉള്ളതെല്ലാം പുത്രൻ്റേതുമാണ്. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ പിതാവ് വരം നൽകിയിരിക്കുന്നു എന്നൊക്കെ യേശു പറയുന്നു. അപ്പോൾ അവർ തമ്മിൽ തുല്യരാണ് എന്നതിന് ഒരു സംശയവും ഇല്ല. ഒരു പ്രൂഫും ഒരു തെളിവും നമ്മൾ ഹാജരാക്കേണ്ടതായിട്ടില്ല. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ, യോഹന്നാൻ 17:21 മുതലുള്ള വാക്യങ്ങളിൽ പിതാവും പുത്രനും, അല്ലെങ്കിൽ യേശുവും പിതാവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറയുന്നുണ്ട്. അവിടെ യേശു എങ്ങനെയാണ് പറയുന്നത്? അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകണം. യോഹന്നാൻ 17:21. അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ. ഇവരെന്ന് പറയുമ്പോൾ ശിഷ്യന്മാരെ പറ്റി യേശു പറയുന്നത്, ഇവരും നമ്മിൽ ഒന്നാകണം. ഇവിടെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. പിതാവിനേക്കാൾ ചെറിയവനാണ്, അല്ലെങ്കിൽ പുത്രനേക്കാൾ വലിയവനാണ് പിതാവ് എന്നുണ്ടെങ്കിൽ എങ്ങനെ പിതാവിന് പുത്രനിൽ ആകാൻ കഴിയും? കാരണം ചെറിയവനിലെങ്ങനെയാണ് വലിയ ആൾ അടങ്ങിയിരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യേശു ഉദ്ദേശിക്കുന്ന ആ വലിപ്പം ഈ മറ്റൊരു തരത്തിലുള്ള വലിപ്പമല്ല. മനുഷ്യന് ദൈവത്തെപ്പറ്റിയുള്ള അറിവ്, അക്കാര്യത്തിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി മുൻപേ അറിയപ്പെട്ടവൻ പിതാവാണ്. ആ അർത്ഥത്തിൽ മാത്രമാണ് യേശു ഈ വാക്യം കൂടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഇത് മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴാണ്. മനുഷ്യൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ പിതാവ് പുത്രനേക്കാൾ ഈ രീതിയിൽ നേരത്തെ അറിയപ്പെട്ടവനായതുകൊണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഈ വ്യത്യാസമില്ല. കാരണം എന്താ? ദൈവം സമയത്തിലല്ല, ഈ സമയം എന്നതിലാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ള വ്യത്യാസമുള്ളത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ള വ്യത്യാസം, മുൻപ് പിൻപ് എന്നുള്ള വ്യത്യാസമുള്ളത് മനുഷ്യൻ്റെ സമയത്തിലാണ്. സമയമേ ഇല്ലാത്ത നിത്യതയാണ് ദൈവം. അപ്പോൾ ആ നിത്യതയിൽ ഒന്നും ആരംഭിക്കുകയോ അവസാനിക്കുകയോ ചെയ്യുന്നില്ല. ഒന്നും മുൻപും പിൻപും ആയി മാറുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ പിതാവ് എപ്പോൾ ഉണ്ടായിരുന്നുവോ അപ്പോൾ തന്നെ പുത്രനുമുണ്ട്. പുത്രൻ എപ്പോഴുണ്ടോ ആ സമയത്ത് തന്നെ പിതാവുമുണ്ട്. അതിൽ ഒരു വ്യത്യാസമില്ല. കാരണം രണ്ടുപേരും ദൈവമെന്ന നിലയിൽ രണ്ടുപേരും വസിക്കുന്നത് സമയത്തിലല്ല, നിത്യതയിലാണ്. ഈ നിത്യതയുടെ കാര്യത്തിൽ രണ്ടുപേരും മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞാലും അവർ 3 പേരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഒരേ രീതിയിൽ അവർ എറ്റേണലാണ്, നിത്യരാണ്. പക്ഷേ മനുഷ്യൻ്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമുക്കങ്ങനെ യേശു പറഞ്ഞതുപോലെ പറയാൻ സാധിക്കും, പിതാവിനേക്കാൾ വലിയവനാണെന്ന് പറയാൻ കഴിയും. ഇനി ഇതിനെ കൂടുതൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നെന്ന് ചിന്തിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഈ നിത്യത എന്ന് വെച്ചാൽ എന്താണെന്ന്. നിത്യത എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ നിത്യത എന്ന് പറയുന്നത്. അത് നിശ്ചലതയാണ്. നിത്യത എന്ന് പറയുന്നത് നിശ്ചലതയാണ്. അതായത് ഒന്നും ആരംഭിക്കുന്നെന്നോ ഒന്നും അവസാനിക്കുന്നെന്നോ പറയാൻ പറ്റാത്ത ആ അവസ്ഥയിലാണ്
ദൈവം ആയിരിക്കുന്നത്. പിതാവ് എങ്ങനെയാണോ അതുപോലെ തന്നെ പുത്രനും ഈ നിത്യതയിലാണ്. പിതാവും പുത്രനും എങ്ങനെയാണോ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവും ഈ നിത്യതയിൽ തന്നെയാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യത്യാസവും ഉണ്ടാകാൻ പറ്റില്ല. പിന്നീട് നമ്മൾ എന്തിനാണ് ഈ ഒരാളെ പിതാവെന്നും മറ്റൊരാളെ പുത്രനെന്നും വേറൊരാളെ പരിശുദ്ധാത്മാവെന്നും വിളിക്കുന്നത്? അത് ഈ ഒരേ ദൈവമേ ഉള്ളുവെങ്കിലും ആ ദൈവത്തിലെ 3 ആളുകൾ തുല്യരാണെങ്കിലും ഈ തുല്യത മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു വ്യത്യാസത്തോടുകൂടി നമുക്ക് പേര് ചൊല്ലേണ്ടി വരും. ആരെയാ പിതാവെന്ന് വിളിക്കുന്നത്? നമുക്ക് ഒരാളെ നമ്മൾ പിതാവെന്ന് വിളിച്ചു, മറ്റൊരാൾക്ക് നമ്മൾ പുത്രനെന്ന് പേര് കൊടുത്തു, വേറൊരാൾക്ക് നമ്മൾ പരിശുദ്ധാത്മാവെന്ന് പേര് കൊടുത്തു. പക്ഷേ ഈ 3-ൽ പിതാവ് പുത്രനേക്കാൾ മൂത്തവനല്ല. പിതാവെന്ന് നമ്മൾ പറയാൻ കാര്യം നമ്മുടെ ഭാഷയിൽ അങ്ങനെയല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കുറച്ചുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ ദൈവം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലാണത് വ്യക്തമാകുന്നത്. ദൈവമെന്ന് പറയുന്നത് സ്നേഹമാകുന്നു എന്ന് പുതിയ നിയമത്തിൽ 2 സ്ഥലങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 6-16 വാക്യങ്ങളിലാണ്. 1 യോഹന്നാൻ 4, 8, 16, 6 8, 16 വാക്യങ്ങളിലാണ് ദൈവത്തെ സ്നേഹം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദൈവ സ്നേഹമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്നേഹമാണെന്ന് പറയുന്ന ഒരു ആശയമല്ല, സ്നേഹമാണെന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സ്നേഹം യാഥാർത്ഥ്യമാകണമെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലുമൊക്കെ ഒരു നമുക്ക് മനുഷ്യന് മനസ്സിലാകണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രവൃത്തിയില്ലാതെ നമുക്ക് സ്നേഹത്തെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റില്ല. ചുരുക്കം പറഞ്ഞാൽ ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ദൈവം ഒരു നിത്യ സംഭാഷണമാണ്. ആൻ എറ്റേർണൽ കോൺവെർസേഷൻ, ദാറ്റ് ഇസ് ഗോഡ്. ദൈവം ഒരു നിത്യ സംഭാഷണമാണ്. ഒരു സംഭാഷണം തുടങ്ങണമെങ്കിൽ ഒരാൾ തുടങ്ങി, അതിന് മറ്റൊരാൾ മറുപടി പറഞ്ഞു, പിന്നെ വേറൊരാൾ മറുപടി പറഞ്ഞു, അങ്ങനെയാണല്ലോ സംഭാഷണം നടക്കുന്നത്. അപ്പോൾ ഈ സംഭാഷണം എന്ന് പറയുന്ന ആ ആശയം മനുഷ്യന് മനസ്സിലാകണമെങ്കിൽ അത് എവിടെയെങ്കിലും നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ അത് സംഭാഷണമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ ദൈവസ്നേഹമായതുകൊണ്ട് സ്നേഹം എന്ന് പറയുന്നത് സംഭാഷണത്തിലാണ് റിയലൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് ഈ സംഭാഷണം ആരെങ്കിലും തുടങ്ങണം എന്നുള്ളത് കൊണ്ട് ആ തുടങ്ങുന്ന ആളിനെ നമ്മൾ പിതാവെന്ന് പറയുന്നു. ആ സംഭാഷണം ആരോടാണോ ആ ആളിനെ നമ്മൾ പുത്രൻ എന്ന് വിളിക്കുന്നു. ആ സംഭാഷണത്തിൻ്റെ വിഷയമായിരിക്കുന്നത് ആരാണോ അവനെ നമ്മൾ പരിശുദ്ധാത്മാവെന്ന് വിളിക്കുന്നു. ഇതാണ് സത്യം. അപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ ക്രിസ്തുമതം പഠിപ്പിക്കുന്ന ഈ തൃത്വം എന്ന് പറയുന്നതല്ലാതെ യഥാർത്ഥത്തിൽ മറ്റൊരു ദൈവവും ഇല്ല. ദൈവം തൃത്വമാണ്, ദൈവം സ്നേഹമാണ്, ദൈവം നിത്യ സംഭാഷണമാണ്. ഈ സംഭാഷണത്തിന് നമ്മൾ കൊടുക്കുന്ന എക്സ്പ്ലനേഷനാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. വല്ലതും മനസ്സിലായോ? ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചിട്ട് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയാം.